കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്നൊരു പാവയ്ക്ക റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നോക്കിയാലോ. പാവയ്ക്ക എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാവില്ല അല്ലേ? പാവയ്ക്ക എന്താ വെച്ചാൽ കയ്പ്പായതുകൊണ്ട്. പക്ഷേ ഈ പാവയ്ക്ക റോസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ കയ്പ്പൊന്നും കാണത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. നമുക്കിത് ആ പാവയ്ക്ക റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തുള്ള പാടയും കുരുവൊക്കെ ഒന്നെടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പാവയ്ക്കയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വിരവി വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാവയ്ക്കെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്ക ഒന്ന് ചെറുതായിട്ട് വെന്തിരുന്ന സമയത്ത് നമുക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി അരിഞ്ഞെടുക്കാം. ഈ തക്കാളിയും കൂടെ പാവയ്ക്കയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാവയ്ക്കുള്ള കയ്പ്പൊക്കെ മാറാനായിട്ടാണ് അപ്പോൾ ഇത് തക്കാളിക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒട്ട് തന്നെ വെള്ളം വിത്താൻ ആ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ അവസാനം മല്ലിയിലേക്ക് ഒന്ന് ഇട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ പാവയ്ക്ക റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യും.